മോഷണം മുതൽ പങ്കിടുന്നതിലെ തർക്കം ചിറയിൻകീഴിൽ മിന്നൽ ഫൈസലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മുട്ടപ്പലം സ്വദേശിയായ മിന്നൽ ഫൈസൽ എന്ന് വിളിക്കുന്ന ഫൈസൽ വയസ്സ് 45. കഴിഞ്ഞ മാസം 20-ാം തീയതി മുട്ടപ്പലത്തുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ മരണപ്പെടുകയുണ്ടായി. മരണത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചതായിട്ട് പോലീസ് അറിയുന്നത്. അതിന് 1-ാം തീയതി, ഈ മാസം 1-ാം തീയതി ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് മിന്നൽ ഫൈസലാണ് മരണപ്പെട്ടതെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു. ബന്ധുക്കളെയും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് മിന്നൽ ഫൈസലാണ് മരണപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ബോഡി തികച്ചും ജീർണിച്ച അവസ്ഥയിലുമായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മിന്നൽ ഫൈസലിൻ്റെ മരണം കൊലപാതകമാണെന്ന് വെളിവാകുകയും ആര് കൊന്നു എന്നുള്ളത് ഒരു സംശയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയുമായിരുന്നു. നിരവധി കേസുകളിലെ പ്രതിയായ ചിറയിൻകീഴ് പെരുങ്കുഴി മുട്ടപ്പലം സ്വദേശി 45-കാരനായ മിന്നൽ ഫൈസൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയാണ് പിടിയിലായത്. നാവായിക്കുളം പറകുന്ന് താഴെ വെട്ടിയറ സലീന മൻസിലിൽ 26-കാരനായ അൻസിൽ ഖാനാണ് അറസ്റ്റിലായത്. ചിറയിൻകീഴ്, മംഗലപുരം, ആറ്റിങ്ങൽ, കഠിനംകുളം, ചാത്തന്നൂർ എന്നീ സ്റ്റേഷനുകളിൽ മോഷണം, വധശ്രമം, NDPS തുടങ്ങി 26ഓളം കേസുകളിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട മിന്നൽ ഫൈസൽ. ഇയാൾക്കെതിരെ കാപ്പ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഫൈസൽ മുട്ടപ്പലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. മിന്നൽ ഫൈസലിനോടൊപ്പം ഒരാൾ താമസിച്ചിരുന്നതായി ആളുകൾ പറയുന്നുണ്ട്. എങ്കിലും അത് ആര് എന്നുള്ള ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ആകെ അയാളെ കണ്ടു എന്ന് പറയുന്നത് ഫുഡ് കൊണ്ടു കൊടുത്ത ഓട്ടോ ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രശാന്തൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം CA-മാരെ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടൊരു സ്ക്വാഡ് രൂപീകരിക്കുകയും ആ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പ്രാഥമികമായി നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പ്രതി ആരെ എന്നതിനെപ്പറ്റി. പിന്നീട് സമീപ സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചതിൽ സംശയമുള്ള ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അയാളുടെ രേഖാചിത്രം ഉൾപ്പെടെ ഫോട്ടോഷോപ്പ് എടുത്ത് ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. വീണ്ടും പല പ്രദേശങ്ങളിലുള്ള CCTVകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയുടെ ഒരു ചെറിയ ഫോട്ടോ നമുക്ക് ലഭ്യമാകുകയും ആ ഫോട്ടോ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ജയിലുകളെല്ലാം ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. ജയിലുകളിലും അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സമീപ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പെട്ട ക്രിമിനലുകളെ വെരിഫൈ ചെയ്തു. അവരെല്ലാം ഈ ഫോട്ടോ കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയിട്ടും ഈ പ്രതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ CCTV പരിശോധിച്ച സമയത്താണ് പ്രതി ചിറയിൻകീഴ് ആറ്റിങ്ങലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാറിലേക്ക് പോകുന്ന ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. അതിൽ ഒരു പയ്യനോടൊപ്പം പോകുന്നതായി കണ്ടു. അങ്ങനെ ആ പയ്യനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആ പയ്യനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. ആ പയ്യനോട് ചോദിച്ചപ്പോഴാണ് പ്രതി അവനറിയാവുന്ന ഒരാളാണെന്നും പക്ഷേ പേരോ മറ്റു കാര്യങ്ങളോ എവിടുത്തുള്ള ആളാണെന്നും അറിയില്ല, കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ, നേരത്തെ ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ ലീഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അങ്ങനെയാണ് പ്രതിയെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പല ആളുകളെയും നമ്മൾ സമീപിച്ചപ്പോഴും പല ആളുകളും ഇവനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ പേരെവിടാണെന്നോ വീടെവിടാണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെയാണ് ഏറ്റവും അവസാനം ആ ബോട്ടിൻ്റെ മാനേജരടക്കം ഉള്ള ആളുകളെ കണ്ട് അവരുമായിട്ടുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് നമ്മൾ എത്തിയതും പ്രതിയെ ഇന്നലെ 11 മണിയോടുകൂടി നാവായിക്കുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാൻ ഇടയാകുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത കാലത്ത് മിന്നൽ ഫൈസലും മൻസിൽ ഖാനും ചേർന്ന് ചിറയിൻകീഴ് ഭാഗത്ത് മോഷണങ്ങൾ നടത്തി. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. തമിഴ്നാട്ടിൽ NDPS കേസിലും കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലും പ്രതിയായ അൻസിൽ ഖാൻ ഫൈസലിനൊപ്പം ചേർന്നാണ് മോഷണങ്ങൾ നടത്തിയത്. ജൂൺ 20-ന് അർദ്ധരാത്രി ഫൈസൽ താമസിച്ചു വന്നിരുന്ന വീട്ടിൽ വെച്ച് ഇരുവരും മദ്യപിക്കുകയും മോഷണം മുതൽ പങ്കിടുന്നതിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് അൻസിൽ ഖാൻ വെട്ടുകത്തി ഉപയോഗിച്ച് ഫൈസലിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഇതിനുശേഷം അൻസിൽ ഖാൻ അവിടെ നിന്ന് കടന്നുകളയുകയും ചെയ്തു. 11 ദിവസത്തോളം ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. ജൂലൈ 1-ന് രാവിലെ ഫൈസലിന്റെ വീടിന് സമീപത്തെ പുരയിടത്തിൽ കപ്പ പറിക്കാനായി എത്തിയവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഈ മോഷണം ഇവർ തമ്മിൽ ഒന്നിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണവുമായി ബന്ധപ്പെട്ട മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. രണ്ടുപേരും മദ്യപിക്കുന്ന ആളുകളാണ്. മദ്യപിച്ച സമയത്ത് ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം മദ്യപിച്ച് കഴിഞ്ഞാൽ വയലൻ്റ് ആകുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ വയലൻ്റായ സമയത്ത് ഈ സ്വർണവും മറ്റ് മോഷണ മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്.
നിലവിൽ ചെറിയൻകീഴ് 3 കേസ് എടുത്തിട്ടുണ്ട്. മുട്ടപ്പല്ലത്തും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായ മോഷണം ബന്ധപ്പെട്ട് 3 കേസുകൾ നിലവിലുണ്ട്. ഈ മരണത്തിന് മുമ്പേ നമ്മൾ രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അതിൽ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറേ CCTV വിഷ്വൽസ് നമുക്ക് ലഭിച്ചിരുന്നു. അത് അന്വേഷിച്ച് നമ്മൾ ഈ പ്രതിയെ മിന്നൽ ഫൈസലിനെ അന്വേഷിച്ച് വരികയായിരുന്നു. മോഷണ കേസിലേക്ക് അന്വേഷിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. തെളിവുകളൊന്നും ഇല്ലാതിരുന്ന കേസിൽ നിരവധി പേരെ ചോദ്യം ചെയ്തും CCTV ക്യാമറകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്കെത്തിയത്. എന്നാൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. പക്ഷേ ഇവന് ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതും ഒരു പ്രതിസന്ധിയായി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോൺ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പരിശോധിച്ചെങ്കിലും ഒരു ലീഡും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇവൻ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവിടെ നിന്നുള്ള ഫോൺ വാങ്ങിച്ചാണ് ആളുകളെ കോൺടാക്ട് ചെയ്യുന്നത്. അതും ഒരു പ്രതിസന്ധിയായിട്ട് അന്വേഷണ വേളയിൽ നമുക്കുണ്ടായി. എന്നിരുന്നാലും പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അന്വേഷണ വേളയിൽ പല പ്രതിസന്ധികളും പോലീസിന് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് പ്രതി ആരെന്നറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈബർ സെല്ലിൻ്റെ വലിയ സഹായം ഞങ്ങൾക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ചു. മേലുദ്യോഗസ്ഥന്മാരെല്ലാം നന്നായിട്ട് സഹായിച്ചു. ഈ ടീമിലുള്ള എല്ലാ അംഗങ്ങളും CA ഉൾപ്പെടെ ആറ്റിങ്ങൽ, കഠിനംകുളം, ചിറയൻകീഴ്, മംഗലപുരം CA എല്ലാവരും ഈ ടീമിലെല്ലാം എല്ലാ അംഗങ്ങളും നന്നായിട്ട് നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായി ഇത് കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ പ്രതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഇടയായിട്ടുള്ളത്. ഫൈസൽ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മോഷ്ടാവാണ്. ഒരുപാട് കേസുകളുള്ള ആളാണ്. അതോടൊപ്പം കഞ്ചാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. കഞ്ചാവിൻ്റെ ഉൾപ്പെടെയുള്ള കച്ചവടം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയത്തിലാണ് പ്രതിയുമായിട്ട് ഫൈസലിന് സൗഹൃദം ഉണ്ടാകുന്നത്. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഫൈസലിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഈ പ്രതി കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിൽ പ്രതിയാണ്. നേരത്തെ ഇവൻ വള്ളപ്പുരയിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട് മാറി താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ വള്ളപ്പുരയിൽ നിന്ന് ആളുകൾ അവനെ പുറത്താക്കി. അങ്ങനെയാണ് ഫൈസലിനെ വിളിക്കുകയും ഫൈസലിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി BK പ്രശാന്തന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ DYSP G സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചിറയൻകീഴ് CI പ്രശോഭൻ KK, ആറ്റിങ്ങൽ CI അനുരാജ്, മംഗലപുരം CI ലൈസാദ് മുഹമ്മദ്, കഠിനംകുളം CI സുനുമോൻ, ചിറയൻകീഴ് SI-മാരായ അൻസർ, ഷജീർ, നഗരൂർ SI രഞ്ജിത്ത്, ASI-മാരായ മനോജ്, ബൈജു, പ്രദീപ്, ശരത്ത്, SCPO-മാരായ വിജേഷ്, വിഷ്ണു, ബിനു, ധന്യ, CPO-മാരായ മുജീബ്, ജിഷ്ണു, സുമേഷ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.